ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسهر ومجالسات صالحين الفضلاء. ഹൃദയം നന്നാക്കാൻ 5 മരുന്നാണ്. എവിടെയുണ്ട് ഈ ബൈത്ത്? ഇത് നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അദ്കിയ. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. എല്ലാ ഉസ്താദുമാർക്കും ഉസ്താദാണ്. പൊന്നാനി കെട്ടിൽ കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅ്ബരി ബഹുമാനപ്പെട്ടവരുടെ അദ്കിയ എന്ന കിതാബാണത്. ഹൃദയം നന്നാക്കാൻ 5 മരുന്നാണ്. 1 ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, ആഴത്തിൽ ഇറങ്ങിയിട്ട് ഖുർആൻ ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിനെ ചിന്തിച്ചുകൊണ്ടല്ല, ഖുർആനിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. 1. 2 വലിൽ ബത്നിൽ ഖലാ, പരമാവധി വയറിനെ കാലിയാക്കുക. വഖിയാമുലൈലിൻ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. വതല്ലറു ബിസ്സഹർ, അത്താഴ യാമങ്ങളിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് പൊറുക്കലിനെ തേടുക. 5 വമുജാലസാത്തു സ്വാലിഹീനൽ ഫുളലാ, ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 الله. എന്തുകൊണ്ടാണ് റജബിന് പ്രാധാന്യം? പ്രാധാന്യം തന്നെ ചിന്തിക്ക്. അല്ലാഹുവിന്റെ കനിയാണ്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയല്ലേ മുഹമ്മദ് മുസ്തഫ? അല്ലാഹു ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ മുഹമ്മദ് മുസ്തഫ? അപ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും ശ്രദ്ധിക്കണം. എന്ത്? മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണ് കാര്യം. മുത്തുനബി ആരാ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിക്കണം. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഒരു മധ്യവർത്തിയെ തേടണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഈ ആയത്തിന് എല്ലാ മഹാന്മാരും നൽകിയ പ്രധാനപ്പെട്ട വ്യാഖ്യാനം എന്താ? മാ മിൻ വസീലത്തിൻ അഅളമ മിനൻ നബിയിൽ മുസ്തഫ. അല്ലാഹുവിലേക്കുള്ള മധ്യവർത്തി എന്നാൽ മുത്തുനബിയേക്കാൾ വലിയ മധ്യവർത്തിയില്ല. അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണം. അതിൽ ഏറ്റവും വലിയ മധ്യവർത്തി ആരാ? മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ ഒരു ഇടയാളൻ വേണം. ആ ഇടയാളൻ, ഏറ്റവും വലിയ ഇടയാളനാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രാത്രി, ആദ്യത്തെ മാസമാണ് ഏത്? റജബ്. ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ രാത്രി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ രാത്രി എന്നാൽ ഇതുപോലത്തെ രാത്രി. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങിയല്ലോ. ഖുർആൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട എല്ലാ കൊല്ലവും വരുന്ന ഒരു രാത്രി ലൈലത്തുൽ ഖദ്ർ ആകുന്നത് പോലെ ആമിന ബീവിയും അബ്ദുള്ള എന്നവരും വീട്ടിൽ കൂടിയ ആ രാത്രിയോട് ഒന്നിച്ചു വരുന്ന, യോജിച്ചു വരുന്ന ആ റജബിന്റെ ആദ്യത്തെ രാത്രി ഏക്കാലത്ത് മുബാറക്കത്തായ ലൈലത്തായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി ഞാനത് നീട്ടി പറയുന്നില്ല. ഇനി ഞാൻ അതിൻ്റെ ഒരു വഴി പറഞ്ഞു തന്ന് അവസാനിപ്പിക്കും. ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ടാണ് ഷഹറുല്ലാഹ്, അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ മുതലാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അള്ളാന്റെ ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ആ ഇഷ്ടപ്പെട്ട സൃഷ്ടി അള്ളാഹു ലോകത്തിന് നൽകിയ ആദ്യത്തെ മാസമാണ് ഏത്? അതുകൊണ്ട് ഈ മാസം ഷഹറുല്ലാഹ് ആരുടെ മാസമാണ്? അള്ളാന്റെ മാസമാണ്. ഈ മാസത്തെ ആദം നബിയും ബഹുമാനിക്കും. കാരണം ആദം നബിക്കും നേതാവാണ് മുഹമ്മദ് മുസ്തഫ. മുസാ നബിയും ബഹുമാനിക്കും. മുസാ നബിക്കും നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഈസാ നബിയും ബഹുമാനിക്കും. മുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന റസൂൽ എനിക്ക് ശേഷം വരുന്നുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് മഹാനായ റൂഹുൽ അമീൻ സയ്യിദ്നാ ഈസാ. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് ലഭിച്ച മാസമാണ് റജബ്. ഏറ്റവും വലിയ നിഅമത്താരാ? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ മാസമാണ്. ഇനി അള്ളാഹുവിനോട് അടിമ എങ്ങനെ ബന്ധപ്പെടേണ്ടത്? 2 വിധം. ഒന്ന് ദുആഇനെ പെരുപ്പിക്കുക. ദുആഇന്റെ നിബന്ധനയാണ് എന്ത്? അള്ളാഹുവിൻ്റെ സനാവും മുത്തുനബിയുടെ സനാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ഈ മാസത്തിൽ കൊണ്ട് നടക്കുക.
അള്ളാനെയും പുകഴ്ത്തുക, മുത്തുനബിയും പുകഴ്ത്തുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടിമയെ അടുപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ദുആ. മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. പക്ഷേ അടിമ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ദുആ ചെയ്യണം. റജബിൽ ദുആ ചെയ്തു, ശഅബാനിൽ ദുആ ചെയ്തു, റമളാനിൽ ആ ദുആ അങ്ങോട്ട് പൂർത്തിയായി. പഴയ കാലത്തെ സാലിഹ്യങ്ങൾ എന്ത് ചെയ്യും? റജബ് 1 നോമ്പ് തുടങ്ങും, 96 നോമ്പ്. മനസ്സിലായില്ല? റജബ് ഫുള്ള്, പിന്നെ ശഅബാൻ ഫുള്ള്, പിന്നെ റമളാൻ ഫുള്ള്, പിന്നെ 6 നോമ്പും. അപ്പൊ 96 നോമ്പ്. അപ്പൊ കൊല്ലത്തിന്റെ 1/4 ഭാഗം നോമ്പ് വന്നു. നോമ്പ് വരുന്നതിനനുസരിച്ച് ശൈത്താൻ ഒഴിഞ്ഞു. ഊണും ഊറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പോറുത്ത് നടന്നോറ്. മനസ്സിലായില്ലേ പറഞ്ഞത്? നോമ്പാണ് നോറ്റു ആര്? കൊല്ലക്കണക്കിന് നോമ്പ് നോറ്റിരുന്നു ആര്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 20 കൊല്ലമാണ് നോമ്പ് നോപ്പിച്ചത്. ആരെ? തന്റെ ഉസ്താദ് ആരെ? മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജയെ. നോമ്പ് നോൽക്കുന്നതിനനുസരിച്ച് മനുഷ്യന് ശൈത്താന്റെ വാതിലടക്കാൻ കഴിയും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതുകൊണ്ട് പഴയ കാലത്തെ ആളുകൾ എത്ര നോമ്പ് നോൽക്കും? 96. എന്ന് തുടങ്ങും? ഇന്ന് തുടങ്ങും. അപ്പൊ 1/4 കൊല്ലം നോമ്പായി, വാതിലടച്ചു. പിന്നെ ഇടക്ക് വരുന്ന ആഴ്ചയിൽ 2 സുന്നത്ത് നോമ്പ്, അതങ്ങനെയും കിട്ടും. പിന്നെ അയ്യാമുൽ ബീദിലും അയ്യാമുൽ സൂദിലും നോമ്പ് അങ്ങനെയും കിട്ടും. അപ്പൊ കൊല്ലത്തിന്റെ പകുതി ഭാഗവും ഏകദേശം അവർക്ക് എന്ത് വരും? നോമ്പ് വരും. അപ്പൊ മദ്ഖല് തടയും, ശൈത്താന്റെ മദ്ഖല്. ودواء قلب 5 فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسهر ومجالسات صالحين الفضلاء. ഹൃദയം നന്നാക്കാൻ 5 മരുന്നാണ്. എവിടെയുണ്ട് ഈ ബൈത്ത്? ഇത് നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അദ്കിയ. അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. എല്ലാ ഉസ്താദുമാർക്കും ഉസ്താദാണ്. പൊന്നാനി കെട്ടിൽ കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി ബഹുമാനപ്പെട്ടവരുടെ അദ്കിയ എന്ന കിതാബാണത്. ഹൃദയം നന്നാക്കാൻ 5 മരുന്നാണ്. 1 ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, ആയത്തിൽ ഇറങ്ങിയിട്ട് ഖുർആൻ ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിനെ ചിന്തിച്ചുകൊണ്ടല്ല, ഖുർആനിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. 1. 2 വലിൽ ബത്നിൽ ഖലാ, പരമാവധി വയറിനെ കാലിയാക്കുക. വഖിയാമുലൈലിൻ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. വത്തളറു ബിസ്സഹർ, അത്താഴ യാമങ്ങളിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് പൊറുക്കലിനെ തേടുക. 5 വമുജാലസാത്തു സാലിഹീനൽ ഫുളലാ, ശ്രേഷ്ഠന്മാരായ സാലിഹീങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കുക, ചിന്തിക്കണം. അപ്പൊ എങ്ങനെ നമ്മൾ ഇത് മുതലാക്കണ്ടേ? പറയും മുതലാക്കണ്ടേ? എന്താ മുതലാക്കേണ്ടത്? നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്ന് നോമ്പ് വിൽക്കണമെന്നൊന്നും ഞങ്ങളോട് പറയുന്നില്ല, എന്നാൽ കഴിയുന്നവർക്കൊക്കെ ചെയ്യുകയും ചെയ്യാം. അത്തരം നന്മകളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തു പോയാലും മുസീബത്ത് വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിനങ്ങനെ നിർബന്ധിച്ച് കൽപ്പനയൊന്നുമില്ല, നിർബന്ധ കൽപ്പന അങ്ങനെയൊന്നുമില്ല. ഒരു മുഅക്കദത്തായ സുന്നത്തും അല്ല. പക്ഷേ അതൊക്കെ സാലിഹീങ്ങളായ മുൻഗാമികൾ നടത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ്. ചിന്തിക്കുക. ഇപ്പം നമ്മളൊരു ബെയ്ത്ത് ഇല്ലേനോ, ആ ബെയ്ത്ത് ചെല്ലണമെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഏത് ബെയ്ത്ത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി. ഈ ബെയ്ത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. പക്ഷേ ഈ ബെയ്ത്ത് കഴിഞ്ഞു പോയ ആയിരക്കണക്കായ കൊല്ലങ്ങളായ സാലിഹ്യങ്ങളെല്ലാം ചൊല്ലിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് 3 വട്ടം ചൊല്ലിയാൽ അവന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. മനസ്സിലായില്ല? ഏത്? ഈ ബൈത്ത് വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് 3. ചില പണ്ഡിതന്മാർ പറയുന്നു 5. ചില പണ്ഡിതന്മാർ പറഞ്ഞു ചുരുങ്ങിയത് എത്രയെങ്കിലും 3 ജുമാക്ക് മുമ്പ് പകലിൽ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇത് ചെല്ലണമെന്ന് ഖുർആനിലുണ്ടോ? അല്ല. പക്ഷേ ഇത് സാലിഹീങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. സാലിഹീങ്ങളെ തുടരണമെന്ന് ഖുർആനിലുണ്ട്. സിറാത്തുൽ ലദീന
അപ്പൊ തെളിവായി. സാലിഹീങ്ങൾ ചെയ്തത് ചെയ്യണം, സാലിഹീങ്ങൾ പറഞ്ഞത് പറയണം, സാലിഹീങ്ങൾ പാടിയത് പാടണം, സാലിഹീങ്ങൾ ചെയ്തത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ ചെയ്യാ? കഴിയുന്നവർക്ക് നോമ്പ് ചോൽക്കാം, കഴിയെങ്കിൽ മതി. പക്ഷേ റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും എന്ത് ചെയ്യാ? തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടി പൊട്ടി ദുആ ചെയ്യാ. എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നമല്ലാത്തത്? ഒരു മുസീബത്ത് വന്ന് കൊല്ലായി, പോയിട്ടില്ല. എന്തുകൊണ്ട് പോയിട്ടില്ല? മരുന്നില്ലേ? മരുന്നുണ്ട്. പക്ഷേ ഈ ഭൂഗോളത്തിന്റെ മുകളിലുള്ള ലക്ഷക്കണക്കായ ഡോക്ടർമാർ പഠിച്ചിട്ടും മരുന്നിൽ എത്തിയിട്ടില്ല. മരുന്നില്ലേ? ഉണ്ട്. ഇല്ലേ? ഉണ്ട്. എവിടുന്ന്? ആര് പറഞ്ഞു? ഉണ്ട്. ഉണ്ട്. എന്തുകൊണ്ട്? മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ അതിനർത്ഥം? എന്താ അതിനർത്ഥം? മരുന്ന് ഇറക്കിയിട്ടല്ലാതെ രോഗം ഇറക്കുകയില്ല. ഓഹോ, അപ്പൊ ആദ്യം ഇറങ്ങിയത് കൊറോണയല്ല, ആദ്യം ഇറങ്ങിയത് മരുന്നായിരിക്കും. പക്ഷെ മരുന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മരുന്ന് ഇറങ്ങിയിട്ട് രോഗം ഇറങ്ങിയിട്ട് മരുന്ന് ഇറങ്ങുന്നല്ല മുത്തുനബി പറഞ്ഞത്. എങ്ങനെ ഹദീസ്? മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ. മരുന്ന് ഇറക്കിയിട്ടല്ലാതെ ഒരു രോഗവും ഇറക്കൂല. അപ്പൊ ആദ്യം ഇറക്കണത് എന്താ? പറയാം. ആദ്യം മരുന്ന് ഇറക്കിയിട്ടല്ലാതെ രോഗം ഇറക്കൂല. സദസ്സിലെ ആളുകൾ വന്നിരുന്നിട്ടല്ലാതെ മോലിയര് വരൂല. അതിന്റെ വായന എന്താ? മൂല്യർ അങ്ങനെ വന്നിട്ട് ഭയപ്പെട്ട് നോക്കിയിരിക്കുന്ന പറയും മനുഷ്യന്മാരെ. പറയും സദസ്സിൽ ആള് വന്നിരുന്നിട്ടല്ലാതെ മോലിയേര് വരൂല എന്ന് പറഞ്ഞ അതിന്റെ മൈൻ എന്താ? ഒന്ന് പറയും. ഇത് ഇംഗ്ലീഷ് അല്ലല്ലോ, മലയാളല്ലേ? പറയും. ആദ്യം വരുന്നത് ആരാ? നാളുകള്. സദസ്സിൽ ആള് വന്നിരുന്നിട്ടല്ലാതെ മോലിയേര് വരൂല എന്ന് പറഞ്ഞാൽ ആദ്യം ആര് വരണം? സദസ്സിലുള്ളവർ വരണം, പിന്നെ മോലിയേര് വരണം. ഇതല്ലേ എന്ന് പറഞ്ഞതുപോലെ മരുന്ന് ഇറക്കിയിട്ടല്ലാതെ രോഗം ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗം എന്ന കൊറോണ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യം എന്തുണ്ട്? മരുന്നുണ്ട്. പക്ഷേ മരുന്നിലേക്ക് ബുദ്ധിരാക്ഷസന്മാരുടെ ബുദ്ധി എത്തിച്ചേരുന്നില്ല. എന്തുകൊണ്ട്? പടച്ചതമ്പുരാനവരുടെ ബുദ്ധിക്ക് തൗഫീഖ് കൊടുത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തന്റെ അടിമകളോട് ഏറെ കൃപയുള്ളവനാണ്, ഏറെ കനിവുള്ളവനാണ്. അല്ലാഹു ലതീഫും ബിഇബാദി, അല്ലാഹു ലതീഫും ബിഇബാദി. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു ഏറെ കനിവുള്ളവനാണ്. അല്ലാഹു ലതീഫും ബിഇബാദി, തന്റെ അടിമകളോട് അല്ലാഹു ഏറെ കനിവുള്ളവനാണ്. ഭയങ്കര കനിവാണ്, ഭയങ്കര ദയാണ് പഠിച്ചവന്. അതിന് നമ്മൾ കൈ പൊന്തിക്കണ്ടേ? രാവും പകലും കൈ ഒന്തിക്കണം. ഇപ്പോൾ കൈ ഒന്തിക്കാത്തവൻ എപ്പോഴാണ് കൈ ഒന്തിക്കുക? ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാത്തവൻ എപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കും? 7:45 ഇശാന്റെ ബാങ്ക് കൊടുത്ത് 8:30 ജമാഅത്ത് കഴിഞ്ഞ് ഇനി സുബഹിന്റെ ബാങ്ക് കൊടുക്കണം. എപ്പോഴാ? പറയും. 5:30 കഴിഞ്ഞിട്ട് അല്ലെ? 32. ഇപ്പോഴും ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ ഓന്റെ ഉറക്കം കൊണ്ട് കഴിയൂലെങ്കിൽ ഓൻ ഈ തട്ടിൽ ആ ഭാഗ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ മതി. ഭൂമിന്റെ മുകളിൽ തന്നെ സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ല? ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വരെ 8:30 മണിയാവുമ്പോഴത്തേന് ജമാഅത്ത് കഴിഞ്ഞ് ഇശാന്റെ ഇനി സുബഹിന്റെ ബാങ്ക് കൊടുക്കണമെങ്കിൽ എത്ര ആവണം? 5:32 ആവണം. മനസ്സിലായില്ല? ചിന്തിക്ക്. അതായത് 9 മണിക്കൂറാണ് എന്തിന്റെ ഇടയിൽ? അല്ല, 10 മണിക്കൂറോളമാണ് എന്തിന്റെ ഇടയിൽ? ഇശാന്റെയും സുബഹിന്റെ ഇടയിൽ 10 മണിക്കൂർ. മനസ്സിലായില്ലേ? ഒരു മനുഷ്യന് ഏറെ ഉറങ്ങിയാൽ 6 മണിക്കൂർ, ഏറെ ഉറങ്ങിയാൽ 6 മണിക്കൂർ, അതിലേറെ ഉറങ്ങിയാലോ ശരീരത്തിന് കേട്. കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. 5:32 സുബഹിയുടെ ബാങ്ക്. ആണുങ്ങളെ, പെണ്ണുങ്ങളെ,
ഈ സമയത്ത് നമ്മൾ ഈ കാലത്തും നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ന് നിസ്കരിക്കും? അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാത്തവരെ നിസ്കാരം ഇന്ന് തുടങ്ങണം. ഇന്ന് റജബിന്റെ ആദ്യത്തെ രാത്രിയാണ്, പിന്നെ നിലനിർത്തുക. നിസ്കരിക്കുന്നവര് നേരത്തെ എണീക്ക, ഒന്നുകൂടെ, എന്നിട്ട് പൊട്ടിക്കരയ. കണ്ണുനീര് ഇല്ലാതെയായാൽ അള്ളാഹുവിന്റെ കനിവിറങ്ങാതെ വരും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹിന്റെ കനിവ് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തആല നമുക്ക് തന്ന ഒരു ഭാഷയാണ് എന്ത്? ഇത് കിട്ട് വലിക്കും റഹ്മത്തിനെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയും, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹ് എന്ന് പറയുമ്പോഴത്തിന് കരഞ്ഞീരിന്റെ വയസ്സന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് കൈയൊന്നിച്ചാൽ അങ്ങോട്ട് നടക്കും കാര്യം. എനിക്കോർമ്മണ്ട്, മഴ പെയ്യാതെ ഇരിക്കുന്ന സമയത്ത് വയസ്സന്മാർ കൂടിയിട്ട് കഞ്ഞി വെച്ച് വാരും. എൻ്റെ കുട്ടിക്കാലത്ത് പാടത്ത് ഓർമ്മല്ലേ? ഞാൻ ആ കഞ്ഞി കുടിച്ചതാണ്, ഞാൻ ആ മഴ കൊണ്ടതാണ്. അല്ലാഹു സാക്ഷിയാണ്, ഞാൻ രണ്ടും ചെയ്തതാ. ഞാൻ ആ കഞ്ഞി കുടിച്ചിട്ടുണ്ട്, മഴ കൊണ്ടും. ആ കഞ്ഞിയാണ് വിളമ്പി, ചിലപ്പോൾ വിളമ്പണ നേരത്തെ മഴ പെയ്യുന്നു. ആ സമയം എനിക്കറിയാം. കഞ്ഞി വിളമ്പുന്ന്, മഴ പെയ്യുന്നു. കഞ്ഞി വിളമ്പി ഉച്ചക്ക് കഴിഞ്ഞു, അസ്സലാമത്തിന് മഴയത് ഞാൻ അനുഭവിച്ചതാണ്. അല്ലാഹു സാക്ഷിയാണ്, ഞാൻ അനുഭവിച്ചതാണ്. അല്ലാഹു സാക്ഷിയാണ്. അത്തരം അടിമകൾ അല്ലാഹുവിനോട് എന്ത് പറഞ്ഞാലും ഉടനെ തീരുമാനം ഉണ്ടാവും. ഉടനെ തീരുമാനം. എന്തുകൊണ്ട് തീരുമാനം ഉണ്ടാവണില്ല? കണ്ണുനീരില്ല. കണ്ണുനീരില്ല. കണ്ണുനീര് പോലെ ആകാശത്തെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറക്കാൻ ഒരു തോട്ടിയും ഇല്ല. ആകാശത്തെ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള തോട്ടി ഈ കണ്ണിലെ വെള്ളമാണ്. കണ്ണുനീരിനേക്കാൾ വലിയ ഒരു തോട്ടി ഇല്ല. തോട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മേലുള്ള സാധനം വലിച്ചെടുക്കുന്നതാണല്ലേ തോട്ടി. പറയേ, മനസ്സിലായില്ല പറഞ്ഞത്? ചിന്തിക്കണം. ആകാശത്തെ റഹ്മത്ത് ഭൂമിയിൽ ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? കണ്ണുനീര് വേണം. അത് കരയണ്ടേ? ചിന്തിക്ക്. മകനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ കരയും. മകൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കരിപ്പൂരി പിടിച്ചെന്ന് പറഞ്ഞാൽ കരയും. മകന് ഗൾഫിൽ നിന്ന് ജോലി പോയി എന്ന് പറഞ്ഞാൽ കരയും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കരയില്ല. റസൂൽ എന്ന് പറഞ്ഞാൽ കരയില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് കരയൂല. നരകമെന്നാൽ പേടിച്ച് കരയൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക. وأثبت الوجد طيع براءة وظنا مثل البحر على خديك والعنم مولاي صل وسلم. ചൊങ്കനായ ഭൂസൂര്യമാമ പറയാണ്, വെളുവെളുത്ത് ചൊങ്കനായ ഭൂസൂര്യൻ മുത്തുനബിയെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് വെളുത്ത ചൊങ്കനായ വെളുവെളുത്ത സുന്ദരനായ ആ മഹാന്റെ കണ്ണുനീര് താരയായി ഒഴുകി. ഇപ്പോൾ കണ്ണിന്റെ താഴെ രണ്ട് ചാലുകളായി, പാടുകളായി കണ്ണുനീര്. വെളിയങ്കോട് ഉമർ ഖാലി മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് എന്താ പറഞ്ഞത്? മജഫദമുൻ سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. اللهم توفيق തരട്ടെ. എന്റെ കണ്ണുനീര് ഈ ഉമറിനെ പറ്റിയ ഒരു കാലല്ല. ആര് പറഞ്ഞു? ഉമർ ഖാലി. എവിടുന്ന് പറഞ്ഞ്? പരിശുദ്ധ റൗളന്റെ അവിടെ നിന്ന് പറഞ്ഞിട്ട് റൗളയുടെ ചെങ്ങല പൊട്ടി. എന്തിനാ ഞാൻ കരയുന്നത്? മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി നബിയേ, രണ്ട് ലോകത്തിന്റെയും നേതാവായ അങ്ങയോടുള്ള എന്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ കരയുന്നത് നബിയേ. അപ്പോൾ മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹിന്റെ റഹ്മത്ത് ഭൂമിയിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണീര് വാർക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ നിലക്കട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളി, ഈ നിലക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ 1 കിലോ അരിക്ക് കുടുങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയാനകമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ലോകം. ഈ കൊറോണ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ 1 കിലോ അരിക്ക് കുടുങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ നീട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇന്ന് മുതൽ തുടങ്ങുക. റജബ് അല്ലാഹുവിന്റെ മാസമാണ്.
അള്ളാഹുവിലേക്ക് കൈപൊന്തിക്കുക, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിന്റെ മാസമാണ് അടുത്തത് ശഅബാൻ. സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ. നേരത്തെ തന്നെ തുടങ്ങുക. 1000 സ്വലാത്ത് ചൊല്ലിയാൽ, ഒരിക്കലും 1000 സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് ഖബറിൽ ശിക്ഷയില്ല, അയാൾക്ക് സിറാത്ത് ഭയപ്പെടേണ്ടതും ഇല്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 1000 സ്വലാത്ത് ചെല്ലാനോ ഏറെ വന്നാൽ 1 മണിക്കൂർ. 1000 സ്വലാത്ത് എന്ന ഏറെ മണിക്കൂർ, ഏറെ എന്ന ചെറിയ സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് 5 മിനിറ്റ് മതി 100 വട്ടം ചെല്ലാൻ. ഞാൻ 6 കൂട്ടിക്കോ, എന്നാലും 1000 സ്വലാത്ത് ചെല്ലാൻ 60 മിനിറ്റ് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. ചെറിയ സ്വലാത്തിന് തുടങ്ങുക, പിന്നെ വലുതാക്കുക. എങ്ങനെ വലുതാക്കുക? പിന്നെ സ്വലാത്തുൻ നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ, ഇതൊക്കെ പറ്റും 1000 വട്ടം. ഒരു പണിയില്ല. നാവങ്ങട്ട് എളുപ്പമാവും. നാവ് എളുപ്പമാകും. സ്വലാത്തിന് കണ്ട് ഇറങ്ങിയാൽ നാവ് എളുപ്പമാകും. ഖുർആൻ ഓതുന്നവന് ഖുർആൻ എളുപ്പമാകും. സ്വലാത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് സ്വലാത്ത് എളുപ്പമാകും. കണ്ണുനീർ വാക്കുന്നവർക്ക് കണ്ണുനീർ എളുപ്പമാകും. അള്ളാഹുവിന്റെ റഹ്മത്ത് എളുപ്പമാകും. യാതൊരു പേടിയും വേണ്ട. അത്തരം ആളുകൾക്ക് ദുനിയാവിലും പേടിയില്ല, ആഖിറത്തിലും പേടിയില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല. അപ്പൊ കാര്യം മനസ്സിലാക്കുക. എന്താ ചെയ്യേണ്ടത്? റജബാണ്. റജബിന് എന്താ ചെയ്യേണ്ടത്? റജബ് അള്ളാഹു പ്രത്യേകിച്ച് ആദരിച്ച മാസമാണ്. എന്താ ചെയ്യേണ്ടത്? ദുആർക്കന്നെ. അള്ളാഹിന്റെ മാസല്ലേ, അള്ളാഹു നമ്മളും ബന്ധപ്പെടാനുള്ള സാധനമാണ്. എന്ത് തന്നെ? ദരിദ്രനായ ഒരു മനുഷ്യന് 6 പെൺകുട്ടികൾ ഉണ്ടായി, പിന്നെ ഒരു ആൺകുട്ടി ഉണ്ടായി. അങ്ങനെ പെൺകുട്ടികളൊക്കെ മൂത്ത് വലുതായി. പിന്നെ അവർക്ക് കെട്ടിക്കാൻ ഇയാളുടെ കയ്യിൽ ഒരു വയ്യും ഇല്ല. പക്ഷെ 6 എണ്ണത്തിനെ കെട്ടിച്ചു. അങ്ങനെ ഒരിക്കൽ ഞാൻ അയാളോട് കണ്ടുമുട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ATM പൈസ ഉണ്ടായതുകൊണ്ട് ഞാൻ 6 എണ്ണത്തിനെ കെട്ടിച്ചു ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ATM എവിടുന്ന് കൂലിപ്പണിക്കാരനായ ഇങ്ങൾക്ക് പൈസ ഉണ്ടായത്? അപ്പോൾ മൂപ്പര് പറഞ്ഞ്, എൻ്റെ ATM ഇങ്ങനെ കുത്തണ്ട, ഇങ്ങനെ കാട്ടുകയാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും? എൻ്റെ ATM ഇങ്ങനെയല്ല. പറയും, ഞാൻ നട്ടപ്പാതിരക്ക് പഠിച്ചവനെ എൻ്റെ പെൺകുട്ടിനെ കെട്ടിക്കണം, ഇച്ച് തണ്ണതാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇച്ച് മൊലാളിയാണ്, ഞാൻ ഫക്കീറുമാണ് പറഞ്ഞ കാര്യം. അപ്പം അതിനാണ് കെട്ടിക്കും. പിന്നെ അടുത്തിനും കെട്ടിക്കും. 6 പെൺകുട്ടിയാണെങ്കിൽ കെട്ടിച്ചു. 6 കെട്ടിച്ചു. പണി എന്താ? കൂലിപ്പണി. ഇപ്പോഴും കൂലിപ്പണി. അന്നും കൂലിപ്പണി, ഇപ്പോഴും കൂലിപ്പണി. മൊലാളി ഒന്നുമല്ല. മനസ്സിലായോ? ഏതാ ATM? ഇതന്നെ. ഇതിൻ്റെ പേരെന്താ? അല്ലാഹു തആലാനെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ദുആ ചെയ്യാൻ കഴിയില്ല. അല്ലാഹു എപ്പോഴും ദുആ ചെയ്യും. നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ്. സൂറത്തു ദുആ, ആദ്യത്തെ സൂറത്ത് തന്നെ സൂറത്തു ദുആ. ദുആഇന്റെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹു അതിന്റെ ബറക്കത്തോടെ നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. ചിന്തിക്ക്. അവസാനത്തെ സൂറത്തോ അതും സൂറത്തു ദുആ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അതും ദുആ. അപ്പോൾ ഖുർആനിലെ ആദ്യത്തെ സൂറത്തും ദുആ, അവസാനത്തെ സൂറത്തും ദുആ. അപ്പോൾ ഖുർആന്റെ മശ്രിഖും ദുആ, ഖുർആന്റെ മഗ്രിബും ദുആ. അപ്പോൾ ഖുർആനോ ദുആ. എന്തിനാ ഖുർആൻ പറഞ്ഞത്? ദുആ. ചിന്തിക്ക്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. എന്താ റജബിൽ ചെയ്യേണ്ടത്? റജബിൽ ദുആ ചെയ്യുക. അലക്കി തേച്ച പദങ്ങൾ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ആ ദുആന്റെ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല മോലിയരെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈയാണ് പൊന്തിക്കുക. ഒരു ബിസ്മിയല്ല, ഒരു ഹംദ് ചൊല്ലുക, സ്വലാത്തില്ല. പിന്നെന്ത് ചെയ്യാ? പിന്നെ പറയുന്നേ. അല്ലാഹ് കാര്യം നേരെയാക്കി തരണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതൊക്കെ ലെവലാക്കിയാൽ ലെവലാകും. ഒരു പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. പേടിക്കണ്ട. വർത്താനം പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പേടിക്കണ്ട. പേടിക്കുന്ന വേണ്ട. റബ്ബില്ലേ
സലാത്തുൽ ഫാത്തിഹ് സലാത്തുൽ ഫാത്തിഹ് اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ചൊല്ലുന്ന ആളുകൾക്ക് കൊടുക്കാൻ സലാത്തുൽ ഫാത്തിഹിന്റെ ഏട് ഇവിടെ ഉണ്ട്, സദസ്സിൽ കൊടുക്കും. ചൊല്ലുന്നവർ വാങ്ങിയാൽ മതി, ചൊല്ലുന്നവർ വാങ്ങിയാൽ മതി. ഒരു പൈസ ഇല്ലാതെ ലക്ഷക്കണക്കായ ഉറുപ്പിക ഇതിനൊക്കെ ചെലവിട്ട് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി, സ്വലാത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചില സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ, വലിയ ധനാഢ്യന്മാരൊന്നും അല്ലാത്ത സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ഏട്. അതുകൊണ്ട് അത് വെറുതെ വീട്ടിൽ കൊണ്ടുപോയി ഇടരുത്. ചൊല്ലുന്നവർക്ക് കൊടുക്കാൻ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഏട് ഇവിടെ ഉണ്ട്, ആർക്കും ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. صلاة نارية اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അതാണ് സ്വലാത്തുൻ നാരിയ. ആ ജോലി സ്വലാത്തുൽ ഫാത്തിഹ ആ കുട്ടിയുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങാം, വെറുതെ കൊടുക്കാണ്, ഒന്നും കൊടുക്കണ്ട. പക്ഷേ ഇത് ചെല്ലണം. അല്ലാഹു അതിലൊക്കെ ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ ദായിമാക്കി കൊണ്ട് നടക്കുക. പേടിക്കൊന്നും വേണ്ട. അല്ലാഹു നമ്മളെ അള്ളാഹിന്റെ പൊരുത്തത്തിലാക്കി തരും, പേടിക്കണ്ട. ഞാൻ പറഞ്ഞു വന്ന് വിഷയം മറക്കണ്ട. അലി റളിയല്ലാഹു അൻഹു ഒരു കൊല്ലത്തിൽ ദുആക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാറുള്ള രാത്രികൾ 4. 1 റജബിലെ ആദ്യത്തെ രാവ്, 2 ശഅബാൻ 15-ാം രാവ്, 3 ചെറിയ പെരുന്നാളിന്റെ രാവ്, 4 ബലി പെരുന്നാളിന്റെ രാവ്. ഇതാണ് ലോകം കണ്ട മഹാനായ എല്ലാ സാദാത്യങ്ങളുടെയും ബാപ്പയായ സയ്യിദുനാ അലിയുൽ മുർത്തള. അവര് ഒരു കൊല്ലത്തിൽ ദുആക്ക് വേണ്ടി മാത്രം ഒരുങ്ങുന്ന രാത്രി 4 എണ്ണമാണ്. അതിൽപ്പെട്ട രാത്രിയാണ് ഈ രാത്രി. ഇന്ന് നമുക്ക് യാസീൻ ഒരു ദുആ എടുക്കണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നേരം വൈകുവോ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കാണ് എല്ലാവരും. ഇതങ്ങോട്ട് ചെയ്യുക. ഇതുപോലെ അവനവൻ്റെ വീട്ടിൽ നിന്നും മറ്റൊക്കെ ചെയ്യുക. പേടിക്കണ്ട. ആയിക്കോട്ടെ ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. തഹജ്ജുദൊക്കെ എല്ലാവരും നിസ്കരിക്കുക, രാത്രിയൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുക. പിന്നെ ഈ മാസത്തിൽ ഇനി ഫുള്ളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ മാസത്തിലെ ബഹുമാനപ്പെട്ട റജബ് മാസത്തിലെ തിങ്കളും വാഴമൊക്കെ നോമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതാണ് ദായിമാക്കി കൊണ്ടിടക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ലെവലാക്കുക. അപ്പം മനസ്സൊക്കെ ലെവലാവും. നോമ്പുകാരൻ്റെ ദുആ സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും അള്ളാഹു തആല സ്വീകരിക്കും. അല്ലാഹുമായി ബന്ധപ്പെടാനുള്ള വഴികൾ തുറന്നു വെക്കണം. ഖുർആൻ ഓതണം. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത്. മനുഷ്യന്റെ ഹവ മനുഷ്യനെ ചതിയിലാക്കാനുള്ള ഒരു കാരണം കസ്റത്തുൽ കലാം. വർത്തമാനം കൂടിയാൽ മനുഷ്യന്റെ ഹവ മനുഷ്യനെ ഭരിക്കും. അല്ലാഹു കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കട്ടെ. തീറ്റ കൂടിയാൽ ശൈത്താൻ ഭരിക്കും. ദുനിയാവിന്റെ അഹിലുകാരുമായി ബന്ധം കൂടിയാൽ ദുനിയാവ് ഭരിക്കും. തീറ്റ കൂടിയാൽ ശൈത്താൻ ഭരിക്കും. സംസാരം കൂടിയാലോ അമ്മാറത്തും ബിസ്സുആയ നഫ്സ് ചതിക്കും. അല്ലാഹു കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. ഹവ എന്താണ് ഹവയുടെ ആധാരം? കസ്റത്തുൽ കലാം. ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യൻ ഏറെ ചിന്തിക്കണം. അപ്പോൾ വർത്തമാനം ചുരുക്കണം. വർത്തമാനം അധികരിച്ചാൽ മനുഷ്യന്റെ ഹവ മനുഷ്യനെ ഭരിക്കും. അപ്പൊ എന്ത് വേണം? 1000 സ്വലാത്ത് ഒക്കെ ചെല്ലാനോട് തയ്യാറായാൽ വർത്താനൊക്കെ ഒന്ന് ചുരുങ്ങുക. എല്ലാ ജമാഅത്തിനൊക്കെ ഒന്ന് പള്ളി പോവുക. അപ്പോൾ വിഷയമൊക്കെ ഒന്ന് മാറി, സ്വഭാവമൊക്കെ ഒന്ന് മാറി, പീഡിയിലിരുത്തൊക്കെ കുറച്ച് കുറഞ്ഞ്, അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒന്ന് നിർത്തി, പള്ളിയിലൊക്കെ 5 വഖത്ത് ജമാഅത്തിന് പോയി.
അപ്പൊ ഭാര്യക്ക് ബഹുമാനമായി, നാട്ടുകാർക്ക് ബഹുമാനമായി, എല്ലാവർക്കും ബഹുമാനമായി, ചങ്ങാതിമാർക്ക് ബഹുമാനമായി, മോശപ്പെട്ട ചങ്ങാതിമാര് അകന്നു പോയി. അങ്ങനെ കാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും മരണം വരും. വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, കാലിന്റെ ചെരുപ്പിന്റെ ബാറിനേക്കാൾ മരണം കൂടെയുണ്ട് കേട്ടോ. മരണത്തിനെ പറ്റി വളരെ ഗൗരവമായി മനസ്സിലാക്കണം. മരണം കൂടെയുണ്ട്, മരണം കൂടെയുണ്ട്. ജീവിതം ഉറപ്പില്ല, മരണം ഉറപ്പാണ്. ജീവിതം ഉറപ്പില്ല, മരണം ഉറപ്പാണ്. ജീവിതം ഉറപ്പല്ല, മരണം ഉറപ്പാണ്. മരണം വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, കാലിന്റെ ചെരുപ്പിന്റെ ബാറിനേക്കാൾ മരണം കൂടെയുണ്ട് എന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഉറക്കപ്പത്ര അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹും ഫഹുവ ഫീ ഇശത്തി റാളിയ. അർത്ഥം പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നാലും പറഞ്ഞുതരാം. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു, ആരുടെയെങ്കിലും നന്മ ചെയ്ത് തുലാസിന് കനം കൂടിയാൽ ഫഹുവ ഫീ ഇശത്തി റാളിയ, അവന് സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നേരത്ത് നന്മക്ക് കനം കുറഞ്ഞാൽ ബാപ്പ നമുക്ക് തരൂല, ഉമ്മ തരൂല, ഭാര്യ തരൂല, ആരും തരൂല. നമ്മുടെ നഫ്സിൻ്റെ നന്മയല്ലാതെ നമുക്ക് ഉപകരിക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആരും തരൂല, ആരും തരൂല, ആരും തരൂല, ആരും തരൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ചെരുപ്പിന്റെ മാറിനേക്കാൾ മരണം കൂടെയുണ്ട് എന്ന് ചിന്തിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ തയ്യാറായോ, എങ്ങനെ ജീവിതം പുലർത്തിയോ അങ്ങനെ മരിക്കും. എങ്ങനെ മരിച്ചോ അങ്ങനെ മനുഷ്യരിൽ വരും. നല്ലൊരു കൂട്ടത്തിൽ മരിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. അല്ലാഹ് മനസ്സറിഞ്ഞ ആമീൻ പറയേ. അല്ലാഹ് നീ തൗഫീഖ് തരണമേ റബ്ബേ. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി വയുബഅസു അലാ മാ മാത അലൈഹി എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ജീവിച്ചോ അങ്ങനെ മരിക്കും, എങ്ങനെ മരിച്ചോ അങ്ങനെ മഹ്ശറിൽ വരും. കള്ളുടിയനായി ജീവിച്ചോ കള്ളുടിയനായി മരിക്കും. അവസാനം നന്നാകാൻ തീരുമാനിച്ച് നന്നായോ പിന്നെ നന്നായി ജീവിച്ചോ അങ്ങനെ മരിക്കും. മരിച്ചതുപോലെ മഹ്ശറിൽ വരും. എങ്ങനെ ജീവിച്ചോ അങ്ങനെ മരിക്കും. വ്യഭിചാരിയായിട്ടാണ് ഒരു മനുഷ്യൻ ജീവിച്ചതെങ്കിൽ, വ്യഭിചാരിണിയോ ആയിട്ടാണ് ജീവിച്ചതെങ്കിൽ അങ്ങനത്തെ തമ്മാടിച്ചിയായി മരിക്കും. അങ്ങനെ മഹ്ശറിൽ വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, കാലിന്റെ ചെരുപ്പിന്റെ ബാറിനേക്കാൾ മരണം കൂടെയുണ്ടെന്ന് ചിന്തിക്കുക. ദുനിയാവിനെ അല്ല, നമ്മൾ അല്ലാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ച് പടച്ചോന്റെ പൊരുത്തം കാംക്ഷിക്കുക. ഒരു സാലിഹായ മനുഷ്യൻ ഈ കഴിഞ്ഞ ആഴ്ച മരിച്ചിട്ടുണ്ട്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം OT മൂസ മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ആഴ്ച കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി മരിച്ചു എന്ന് ചിന്തിക്കൂ. ഈ ആഴ്ച OT മൂസ മുസ്ലിയാർ മരിച്ചു എന്ന് ചിന്തിക്കൂ. ആ മുതലാളി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നാട്ടുകാരൊക്കെ പറയും വലിയ ഭാഗ്യക്കാരൻ, വലിയ ഭാഗ്യക്കാരൻ. ഇപ്പൊ പറയോ ആ മുതലാളിയെ പറ്റി വലിയ ഭാഗ്യക്കാരൻ. എന്നാൽ OT മൂസ മുസ്ലിയാരെ പോലത്തെ ആളുകൾ ജീവിതകാലത്ത് ആരും വലിയ ഭാഗ്യക്കാരനാണ്, അത്യാവശ്യമൊക്കെ ഉള്ളൂ. എന്നാൽ മരിച്ചപ്പോ പറയും വലിയ ഭാഗ്യക്കാരൻ. എന്തുകൊണ്ട്? വൽ ആഖിറത്തു ഖൈറു വഅബ്ഖാ ഇന്ന ഹാദാ ലബിസ്സുഹുഫിൽ ഉലാ സുഹുഫി ഇബ്രാഹിം വമൂസ. ആഖിറമാണ് ഏറ്റവും നിലനിൽക്കുന്നത്, അതാണ് ഖൈർ. അതിനെ തെരഞ്ഞെടുത്തു. ഒരു വിഭാഗം മരിക്കുന്നത് വരെ മുതലാളി ഫിറഔന്, ഹാമാന്, ഖാറൂന് ഇവരൊക്കെ മരിക്കുന്നത് വരെ മുതലാളി. ബാഫക്ക് തങ്ങള്, പൂക്കോയത്തങ്ങള്, ശംസുലമ, കണ്ണിയത്ത് ഇവരൊക്കെയോ മരിച്ചാൽ മുതലാളി ആണോ? അല്ലേ? തൗഫീഖ് തരട്ടെ. ഏതാ തെരഞ്ഞെടുക്കും? മരിക്കുന്നത് വരെ മുതലാളിയാണോ? മതിയോ? ആയിക്കോട്ടെ. മരിച്ച മുതലാളിയാവണോ? അവരെ മാർഗത്തിൽ പോകുക.
അവരല്ലാഹുവിന് പൊരുത്തല്ലാത്തത് ചെയ്തില്ല. ഓരോ കദമിനും അവർ അല്ലാഹ് എന്ന് ചിന്തിച്ചു നടന്നു. ഓരോ രാത്രിയും പകലും പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് നേരം വെളുക്കുന്നത് വരെ രാവിനെ ഹയാത്താക്കി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിരുന്ന മഹാന്മാരിൽ ഒരാളാണ് ശൈഖുനാ ശംസുൽ ഉലമാ, മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖി. ഇവരൊക്കെ വലിയ വലിയ ആബിദീങ്ങളും അല്ലാഹുവിലേക്ക് കൈപൊക്കിയ മഹാന്മാരുമായിരുന്നു. അവരെ തുടരാനാണ് ഫാത്തിഹ പറഞ്ഞത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവമായി എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് സമയം വളരെ താമസിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും നടക്കും. എല്ലാ ക്ലാസ്സുകളോടും ആത്മാർത്ഥമായി സഹകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കാര്യങ്ങളൊക്കെ അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. ഈ റജബ് മാസം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കുക. ഷഅബാനും റമളാനും ഒക്കെ ഈ റജബും ഷഅബാനും ശരിയായ റമളാനും ശരിയാവും. അപ്പോൾ ഈമാൻ്റെ ഒരു ചന്തം മുഖത്ത് ഇങ്ങോട്ട് വരും. 96 നോമ്പൊക്കെ നോക്കുന്നവർക്ക് ഈമാൻ്റെ ഒരു പ്രകാശം ഉണ്ടാവും. നിങ്ങൾ നോക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്കതിരിക്കാൻ പറയുമല്ല, ചെയ്താൽ വലിയ നന്മ ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കഴിയുന്ന അത്തരം ആളുകളും മറ്റുമൊക്കെ ചെയ്താൽ നല്ലതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നും എപ്പോഴും രാത്രി നേരത്തെ തന്നെ എണീറ്റ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് കണ്ണുനീർ വാർത്ത് ഈ തനിക്ക് വേണ്ടിയും തൻ്റെ നാട്ടിന് വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടിയും ഓരോ രാത്രിയിലും ഓരോരുത്തരും ദുആ ചെയ്യണം. റജബ് പോലെ റഹ്മത്ത് ഇറങ്ങുന്ന ഒരു മാസം ഇല്ല. റജബിലെ റഹ്മത്തിൻ്റെ ആണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഈ മാസം 3 രാത്രി പ്രധാനമാണ്, 27 രാത്രി പൊതുവായതും ആണ്. 1 ഈ രാത്രി, 2 അടുത്ത വെള്ളിയാഴ്ച രാവ്, 3 മിഅ്റാജിന്റെ രാവ്. മനസ്സിലായില്ല? ബാക്കി പൊതുവായും നല്ല രാവ്. മനസ്സിലായില്ലേ? 30 രാവ് കിട്ടിയാൽ 3 രാവ് ഏറ്റവും പ്രധാനം, 27 രാവുകളും പ്രധാനം. കാരണം റജബാണ്. യാ ലൈത ഇദ്ദത കുല്ലിഹി റജബു. ഒരു വർഷം മുഴുവനും റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാന്മാർ പാട്ടുപാടിയിരുന്നു. ഒരു വർഷം മുഴുവനും റജബായിരുന്നെങ്കിൽ അത്രയും പ്രധാനമാണ് റജബ്. അപ്പോൾ പ്രധാനമായ രാത്രികൾ 3. 1 പറയും, 1-ാം രാവ് ഇന്ന്, പിന്നെ 2 ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, 3 മിൻ ഖസായിസിൽ മുസ്തഫ മിഅ്റാജുൻ നബി, 27-ാം രാവ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകൾ 3. അതിന് പുറമെ 27 രാവ് പൊതുവിലും പ്രധാനം. ഒരു കൊല്ലത്തിന് വേണ്ടതൊക്കെ വാങ്ങിവെക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ.